ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അത് മാത്രമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റോട് കൂടി എടുത്തിട്ടുള്ളൊരു ലോങ് വീഡിയോ ആണിത്. കാരണം ഇന്നെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ട്രിവാൻഡ്രം ടു ചെന്നൈ ആണ്. ഞാൻ ഞങ്ങളുടെ വല്യച്ഛൻ്റെ അടുത്തോട്ട് വെക്കേഷന് വേണ്ടിയിട്ട് പോവാണ്. ഒരു 1 വീക്ക് അവിടെ കാണും. അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ നാട്ടിലോട്ട് തിരിച്ചു വരും. കുറച്ച് എക്സൈറ്റ്മെൻറ്റും കുറച്ച് ടെൻഷനും കൂടെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു. കാരണം എന്തുവാണ് എങ്ങനെയാണെന്ന് ഒന്നും അറിയത്തില്ല. പക്ഷേ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ചെന്നത് കറക്റ്റ് ടൈമിങ്ങിനായിരുന്നു. അവിടെ എത്തി പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബാഗൊക്കെ വെയ് ചെയ്തു. പിന്നെ സെക്യൂരിറ്റി ചെക്കിനും എല്ലാം കഴിഞ്ഞു. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ചെറിയ ടെൻഷനും പിന്നെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ സമയം പോയി ഒന്നും അറിഞ്ഞില്ല. പിന്നെ നമ്മളെ പെട്ടെന്ന് തന്നെ സീറ്റ് നമ്പർ വിളിച്ചു. ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മൾ 12:30 ഫ്ലൈറ്റെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ 1:45 അവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. 1.5 hour ഫ്ലൈറ്റാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മളവിടെ എത്തിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ അവിടെ ചെറിയ ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂ ഒക്കെ നിന്ന് എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുവാണ്. ഞങ്ങളും കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നല്ല എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മുടെ ബോർഡിംഗ് പാസ് അവിടെ കാണിക്കണം. എക്സൈറ്റ്മെൻറ്റോടുകൂടി ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ഗൈസ്. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മറ്റേ പുകയൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പുകയൊക്കെ ഇങ്ങനെ കാണുന്നത് അതൊക്കെ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ സീറ്റ് നമ്പറൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലായിരുന്നു. കുറേ വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. പക്ഷേ ഇത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് മറ്റേ സ്പീഡിൽ ഇത് മൂവ് ചെയ്യുമ്പം വണ്ടർലയിലൊക്കെ റൈഡ് പോലൊരു ഫീലുണ്ട്. അല്ലാതെ നമുക്ക് വേറെ പേടിക്കാനുള്ളൊരു കാര്യങ്ങളും ഇല്ല. പിന്നെ ഇടയ്ക്ക് ചെവി അടയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ മണ്ടയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് താഴെ നിന്ന് കാണുന്നത് പോലെ തന്നെ ആകാശം ഇങ്ങനെ മൂവ് ചെയ്യുന്നതും പിന്നെ നമ്മളെന്തോ മറ്റേ സ്വർഗത്തിലെത്തിയൊരു ഫീല്, ഫുൾ മേഘം മാത്രം, ആ ഒരു ഇതൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഇടയ്ക്ക് ടർബുലൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ എടുത്തടിക്കുന്നൊരു ഫീലും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ലൊരു ഫ്ലൈ ആയിരുന്നു. പിന്നെ നമുക്ക് കഴിക്കാനൊക്കെ കിട്ടി. നമ്മൾ കോംപ്ലിമെൻ്ററി ഫുഡല്ല, നമ്മളത് ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. ഒരു സാൻഡ്വിച്ചും കോക്കും ആയിരുന്നു. അത് രണ്ടും കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്ത് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫുള്ളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ നേരത്തെ ലാൻഡ് ചെയ്തു. കുറച്ച് നേരമൊക്കെ അവർ ആകാശത്ത് തന്നെ റൗണ്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ലാൻഡ് ചെയ്തത്. കാരണം നേരത്തെ ആയിരുന്നു ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും അറിയാനില്ലായിരുന്നു. എല്ലാവരും ബസ്സിൽ കയറി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും നടക്കുന്നതിൻ്റെ കൂടെ നടന്ന് അങ്ങ് എയർപോർട്ടിൻ്റെ അവിടെ ചെന്നിട്ട് ബാഗ് പിക്ക് ചെയ്യണമായിരുന്നു. ബാഗ് പിക്ക് ചെയ്യാനുള്ള കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പെട്ടി വന്നു. പെട്ടിയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പിക്ക് ചെയ്യാൻ വല്യമ്മച്ചിയും വല്യച്ഛനും ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് അവരുടെ കൂടെ നമ്മൾ വീട്ടിലോട്ട് പോയി. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല വെയിലാണ് അവിടെ, നല്ല ചൂടാണ് ഇവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഒറ്റ ഉറക്കമായിരുന്നു. ക്ഷീണം ഫുൾ ഉറങ്ങി തീർത്ത്. കാരണം നല്ല ചൂടാണ് അവിടെ. പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയപ്പോൾ ഇവിടെയും നല്ല ചൂടായിരുന്നു. നാട്ടിൽ നല്ല ചൂടാണെങ്കിലും അവിടെ ഭയങ്കര ചൂടായിരുന്നു. വെളിയിലോട്ട് നമുക്ക് ഇറങ്ങാനേ പറ്റത്തില്ല, അമ്മാതിരി ചൂടാണ്. വെയിൽ പിന്നെ ഫുള്ള് AC ക്കകത്തൊക്കെ ഇരിക്കാനേ പറ്റത്തുള്ളൂ, അമ്മാതിരി ചൂടായിരുന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.